മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. സ്വർഗവും ഭൂമിയും തമ്മിൽ ചുംബിക്കുന്ന പാതിരാവിൻ്റെ കഥയാണ് ക്രിസ്മസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമർപ്പണം നടത്തുന്ന പരിശുദ്ധ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിരവധി ചിന്തകളുണ്ട്. ഈ നാടിൻ്റെ നിയമമനുസരിച്ച് വിവാഹം കഴിക്കാത്ത സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ടാൽ ജനം അവളെ കല്ലെറിയും, അതോടൊപ്പം തന്നെ മോശമായി ചിത്രീകരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യമുണ്ടായാൽ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം തന്നെ മുടങ്ങിപ്പോയേക്കാമെന്ന് മറിയത്തിൻ്റെ മനസ്സിൽ നിരവധിയായ ചിന്തകൾ കടന്നു വന്നിട്ടും പരിശുദ്ധ അമ്മ പരാതിപ്പെട്ടിട്ടില്ല. ജീവിതയാത്രയിലുടനീളം നിശബ്ദമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പരാതിപ്പെടാത്തത്? തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നത് ദൈവകുമാരനാണെന്നുള്ള അവബോധം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ജപമാലയിൽ സന്തോഷത്തിൻ്റെ 3-ാം രഹസ്യത്തിൽ പരിശുദ്ധ അമ്മ ബെത്ലഹേമിൽ ദൈവപുത്രന് ജന്മം നൽകുന്നു. ഇതാണ് ആദ്യത്തെ ബെത്ലഹേം ചിന്ത. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വിവാഹമെന്ന കൂദാശയിലൂടെ ദമ്പതികൾ മദ്ബഹായുടെ മുമ്പിൽ വെച്ച് വിവാഹം ഉടമ്പടി ചെയ്യപ്പെടുമ്പോൾ ഈ വചനം അവരുടെ ഇടയിൽ മാംസം ധരിക്കപ്പെടുന്നു. ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരാതികളില്ലാത്ത പരിശുദ്ധ അമ്മയുടെ ബെത്ലഹേം യാത്രയിലൂടെ നമുക്ക് കടന്നു പോകാം. ഈശോയുടെ കൂടെ നമുക്ക് നടക്കാം. പരിശുദ്ധ അമ്മയുടെ കരം മുറുകെ പിടിക്കാം. കൂദാശകളിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം. ജീവിതയാത്രയിൽ ഓരോ ദിവസവും സുന്ദരമായ ക്രിസ്മസ് ആക്കി മാറ്റാം. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുപ്പിറവിയുടെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.